അങ്ങനെ സന്തോഷവും സമാധാനവും ഒത്തിണങ്ങിപ്പോകുന്ന വേളയിൽ എല്ലാ മേഖലയിലും വിജയങ്ങൾ കൈവരിച്ച രാജാവെന്ന നിലയിൽ രാജസൂയം ചടങ്ങിന് യുധിഷ്ഠിരൻ അർഹനാണെന്നുള്ള കാര്യം അവരുടെ സുഹൃത്ത് വ്യക്തമാക്കി. ഏതൊരു രാജാവിന്റെയും സാമ്രാജ്യ ഭരണ അധികാരത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നടത്തുന്ന വലിയ അനുഷ്ഠാനമാണ് രാജസൂയം. അങ്ങനെ മറ്റുള്ള രാജ്യത്തിലെ എല്ലാ രാജാക്കന്മാർക്കും ചടങ്ങിൽ വരുവാനുള്ള ക്ഷണം യുധിഷ്ഠിരൻ അറിയിച്ചു. ദുര്യോധനന് ചടങ്ങിൽ പങ്കെടുക്കുവാൻ മനസ്സിൽ അല്പം ഒരു നീരസമുണ്ടായിരുന്നു. ഈ ഒരു വിവരം തന്റെ അമ്മാവനായ ശകുനിയോട് അവതരിപ്പിച്ചു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ തൃപ്തനല്ല മാതുല. തന്റെ ആ ചെറിയ പുഞ്ചിരിയോടെ ശകുനി മറുപടി പറഞ്ഞു. പോകണം ദുര്യോധന. ശത്രുക്കൾക്കിടയിൽ നമ്മൾ എത്തുമ്പോൾ കൂടെ എപ്പോഴും ഒരായുധം കൊണ്ടുപോകണം. ശകുനിയുടെ വാക്കുകൾ ദുര്യോധനനിൽ ചില ചിന്തകൾ ഉയർത്തി. ചിരിയാണ് ദുര്യോധന ഏറ്റവും വലിയ ആയുധം. ശത്രുവിനോടുള്ള പക അവർക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആയുധം. ശകുനിയുടെ വാക്കുകൾ ദുര്യോധനനിൽ വ്യക്തത നൽകിയില്ല. അങ്ങനെ ആ വിശിഷ്ട ദിവസം വന്നെത്തി. പല രാജാക്കന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ നിറയെ സമ്മാനങ്ങളുമായി വന്നു. അവരെയെല്ലാം സന്തോഷത്തോടെ പാണ്ഡവർ വരവേറ്റു. കൂടാതെ ധൃതരാഷ്ട്രരും ദുര്യോധനനും മുഖ്യ അതിഥിയായി ഉണ്ടായിരുന്നു. പ്രത്യേകമായി നിർമ്മിച്ച ഒരു സമ്മാനം ദുര്യോധനൻ യുധിഷ്ഠിരന് നൽകി. അവർക്കിടയിൽ ശത്രുതയെ മറന്നുകൊണ്ട് ഇരു കൂട്ടരും ആലിംഗനം ചെയ്തു.